നടൻ ദിലീപ് ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. അവസാനമായി നടൻ ശ്രീനിവാസൻ്റെ മൃതദേഹം കാണുന്നതിനായി, അവസാനമായി ശ്രീനിവാസനെ ഒരു നോക്ക് കാണുന്നതിനായി എറണാകുളം ടൗൺ ഹാളിലെത്തിയ നടൻ ദിലീപ് ആദരാഞ്ജലി അർപ്പിക്കുന്നു. അതിനുശേഷം സത്യനന്ദിക്കാട് ഉൾപ്പെടെയുള്ളവരുമായി സംസാരിച്ച് അദ്ദേഹം അവിടെ തന്നെ തുടരുകയാണ്. ഇപ്പോൾ ഹാഷ്മി താജ് ഇബ്രാഹിം തുടരുന്നുണ്ട്. ഹാഷ്മി, പറയൂ. നടൻ ദിലീപ് അടക്കമുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തുന്നു. അല്പസമയത്തിനകം മോഹൻലാൽ കൂടി എത്തും എന്നും പറയുന്നുണ്ട്. മമ്മൂട്ടി നേരത്തെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ആദരം അർപ്പിച്ചിരുന്നു. 4 മണി വരെ, 3 മണി വരെ, 1 മണി മുതൽ 3 മണി വരെ എന്നാണ് പൊതുദർശനത്തിന്റെ സമയം ഇവിടെ പറഞ്ഞത്. കൃത്യം 1 മണിക്ക് തന്നെ പൊതുദർശനം തുടങ്ങാനും കഴിഞ്ഞു. വലിയ ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും അവിടെ നിന്ന് വീട്ടിൽ നിന്ന് കൃത്യസമയത്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയും കൃത്യം 1 മണിക്ക് തന്നെ പൊതുദർശനം തുടങ്ങാനും കഴിഞ്ഞു. പക്ഷേ 3 മണി എന്നുള്ള സമയം ഇങ്ങനെ സാധാരണക്കാരായ ധാരാളം ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്ന പശ്ചാത്തലത്തിൽ 3 മണി എന്ന് പറയുന്ന സമയം ഒരുപക്ഷെ അത് 4 മണി വരെ നീളാൻ ഇടയുണ്ട്. നമ്മൾ അവിടെ വീട്ടിൽ നിന്നപ്പോൾ പക്ഷേ ഇന്ന് വൈകിട്ട് തന്നെ സംസ്കാരം എന്നൊരു ആലോചന ഇടയ്ക്ക് ഉണ്ടായിരുന്നതാണ്. പിന്നീട് നാളെ രാവിലെ 10 മണി എന്നതിലേക്ക് മാറ്റി. കൂടുതൽ ആളുകൾ അവസാനം ഒരു നോക്കാണ് ഷിബു ചക്രവർത്തി എത്തുന്നു അന്തിമോപചാരം അർപ്പിക്കാൻ. അങ്ങനെ മലയാള സിനിമയുടെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ടവർ, ഗാനരചയിതാക്കൾ, സംവിധായകർ, നിർമ്മാതാക്കളൊക്കെ ഇങ്ങോട്ടേക്ക് ശ്രീനിവാസനെ ഒരു നോക്ക് കാണാൻ, അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ കേവലം സിനിമക്കാരൻ മാത്രമല്ല ശ്രീനിവാസൻ. അതത് കാലത്തെ രാഷ്ട്രീയ വിഷയങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭയങ്ങളില്ലാതെ, ഉറപ്പായും അത് വിമർശിക്കപ്പെടുന്നതും പുതിയ കാലത്തെ രാഷ്ട്രീയ ശരികളിൽ അത് ശരിയാണോ എന്ന് നമുക്ക് പോലും തോന്നിപ്പോകുന്ന ചില നിലപാടുകളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും അതത് കാലത്തെ രാഷ്ട്രീയ നിലപാടുകളിൽ, സാമൂഹിക നിലപാടുകളിൽ വളരെ കണിശമായ നിലപാട്, യാതൊന്നിനെയും പേടിക്കാതെ ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടങ്ങൾ ഭയക്കാതെ പറഞ്ഞ ഒരു നിലപാടുള്ള സിനിമക്കാർ കൂടിയാണ് ശ്രീനിവാസൻ എന്ന് പറയാത്തരവില്ല. ഏറ്റവും ഒടുവിൽ അങ്ങനെ അദ്ദേഹത്തിൻ്റെ പറഞ്ഞ പല രാഷ്ട്രീയവാദങ്ങൾ നമുക്ക് ഇപ്പോൾ തന്നെ എണ്ണിയെടുത്ത് ഓർത്തെടുക്കാനുണ്ടാകും. അങ്ങനെ രാഷ്ട്രീയവാദങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ഈ നേതാക്കളുമായൊക്കെ വലിയ സൗഹൃദം ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ഒട്ടുമിക്ക എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അദ്ദേഹം വെറുതെ വിട്ടിട്ടില്ല. എല്ലാവരെയും അദ്ദേഹം കണിശമായ ഭാഷയിൽ തന്നെ, ഇപ്പോൾ സന്ദേശം സിനിമയിലടക്കം അത് ഏതെങ്കിലും ഒരു പാർട്ടിയെ മാത്രം കളിയാക്കുന്ന സിനിമ അല്ല. അത് പുതിയകാല രാഷ്ട്രീയ രീതികളെ മുഴുവൻ ട്രോളുന്ന സിനിമയാണ് എന്ന കാര്യം ഉറപ്പായും പറയാം. അപ്പോൾ അത്തരത്തിൽ കഠിനമായ വിമർശനം ഉന്നയിക്കുമ്പോഴും അത് അധിക്ഷേപങ്ങളാവാതിരിക്കാൻ, അതല്ലാതെയുള്ള പ്രതികരണങ്ങളാണെങ്കിൽ തന്നെയും പരിഹാസത്തിന്റെ പരമാവധിയിൽ സംസാരിക്കുമ്പോഴും അത് ഏതെങ്കിലും തരത്തിൽ മുറിപ്പെടുത്തുന്ന, അധിക്ഷേപമാവാതിരിക്കാൻ അദ്ദേഹത്തിന്റെ കഴിവ്, അത് സിനിമയിലാവട്ടെ, അത് പുറത്തെ ജീവിതത്തിലാവട്ടെ. അതോടൊപ്പം ദിലീപ് കുമാർ നമ്മളിങ്ങോട്ട് വരുമ്പോഴേക്കും ഒരാൾ പറയുകയായിരുന്നു, ചോറ്റാനിക്കരയുള്ള ഒരാളാണ്. ചോറ്റാനിക്കരയിൽ ഭൂമി പാട്ടത്തിനടുത്ത ഈ പറഞ്ഞ കൃഷി നടത്തുന്ന